ഹായ് ഫ്രണ്ട്സ്, 54/2025 നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസറും ഡിസ്കസ് ചെയ്തിരുന്നു. അതിനകത്ത് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ ആണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഗാന്ധിയും അരാജകത്വം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. കുളച്ചൽ യുദ്ധം 1741, ആറ്റിങ്ങൽ കലാപം 1721, ശ്രീരംഗപട്ടണം സന്ധി 1793, കുണ്ട്ര വിളംബരം 1809. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യന് ചേരുംപടി ചേർക്കാനാണ്. ഒന്നാം ലോകയുദ്ധം ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദമാണ് വരുന്നത്. രണ്ടാം ലോകയുദ്ധം അച്ചുതണ്ട് ശക്തികൾ, സഖ്യശക്തികൾ. ഹിറ്റ്ലർ തവിട്ടുകുപ്പായക്കാർ, ബെനിറ്റോ മുസോളിനി കരിങ്കുപ്പായക്കാർ. അത് വരുന്ന ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ വരുന്നത് ഭഗത് സിംഗ് ആണ്. ഗദ്ദാർ പാർട്ടി ലാല ഹർദയാൽ. ഇന്ത്യൻ നാഷണൽ ആർമി രാജ് ബിഹാരി ബോസ്. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്. ആ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്തത് ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായിട്ട് ഏറ്റവും അധികം ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക്? ഓപ്ഷൻ ബി നിർമ്മല സീതാരാമനാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം മാംഗോ ഷവറാണ്. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. പെരിഹീലിയൻ ദിനം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജനുവരി 3 ആണ്. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽരൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതുവിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എക്കൽ വിശറികളാൽ സമ്പന്നമാണിവിടം എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. പീഠഭൂമിയായിട്ട് ബന്ധപ്പെട്ടതല്ല, നദികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായിട്ട് പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാല് അറിയപ്പെടുന്നത് NW3 എന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ? ഓപ്ഷൻ ബി MD വാസുദേവൻ നായരാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള നയം ഉദാരവൽക്കരണമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ? ദാദാഭായ് നവറോജിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം നീതി ആയോഗാണ്. ഓപ്ഷൻ ബി നീതി ആയോഗ്. ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? തൃതീയ മേഖലയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ശരിയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ശരിയാണ്. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ശരിയാണ്. ഒരു ഖാരിഫ് വിളയാണ്. അതും ശരിയാണ്. ഓൾ ഓഫ് ദി എബവ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ഇവിടെ 4ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ്, ബാക്കി 3ഉം ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണ് എന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ ബി ആണ് 86ാം ഭേദഗതിയാണ്. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? ഓപ്ഷൻ എ മോട്ടിലാൽ നെഹ്റു ആണ്. ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. രാഷ്ട്രത്തലവൻ്റെ പേര്. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം? ഓപ്ഷൻ സി 40 ആണ്. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ലോർഡ് റിപ്പണയാണ്. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡാണ്. 3ാം മോഡി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? പാർലമെൻ്ററി കാര്യ സമിതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ
തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന 1ഉം 3ഉമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. 1ഉം 2ഉം മാത്രമാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1ഉം 2ഉമാണ് ശരി. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. അടുത്തത് സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉം ശരിയാണ്. പ്രതിപക്ഷ നേതാവ് ഇതിലെ ഒരു അംഗമാണ് എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാർ ആണ്. ശരിയാണ്. ബാലാവകാശ കമ്മീഷൻ ആസ്ഥാനം എറണാകുളമാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. തിരുവനന്തപുരമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണമെന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. ശരിയാണ്. 1ഉം 3ഉം സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. നിതിൻ ജംദാർ ആണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. ശരിയാണ്. തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച് പ്രവർത്തിക്കുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1ഉം 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി. ഓപ്ഷൻ സി ആണ് ആൻസർ. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. എപ്പിഗ്ലോട്ടിസ്. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ഹീമോഫീലിയ ആണ്. അടുത്തത് ശരിയായ ജോഡി കണ്ടെത്താനാണ്. ലെപ്റ്റോസ്പൈറ ക്ഷയം, HIV, ഡിഫ്തീരിയ, മൈക്കോബാക്ടീരിയം, എയ്ഡ്സ്. നമുക്കറിയാം ലെപ്റ്റോസ്പൈറ ക്ഷയമല്ല വരുന്നത്, എലിപ്പനിയാണ്. HIV എയ്ഡ്സ് ആണ്. മൈക്കോബാക്ടീരിയം ക്ഷയമാണ്. ഫൈലേറിയൻ വിര മന്താണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ജോഡി. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഘട്ട് പട്ടണം ഏത് സംസ്ഥാനത്താണ്? മേഘാലയാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ്. മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ. 1 ശരി 2 തെറ്റ് എന്നുള്ളതാണ് ശരി. പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായിട്ട് കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പളനി പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ചിത്രശലഭമാണ്. അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. ശരിയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ശരി. അടുത്ത ശരിയായ ജോഡികൾ കണ്ടെത്താനാണ്. സുക്രോസ് കരിമ്പ്, അത് ശരിയായിട്ടുള്ളതാണ്. വിറ്റാമിൻ എണ്ണക്കുരുക്കൾ, അത് തെറ്റാണ്. മാംസ്യം പയറുവർഗ്ഗങ്ങൾ, അത് ശരിയായിട്ടുള്ളതാണ്. ധാന്യങ്ങൾ കൊഴുപ്പ്, അത് തെറ്റായിട്ടുള്ളതാണ്. അപ്പം 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? ഓപ്ഷൻ എ നീലയാണ് വരുന്നത്. മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഉയർന്ന മർദ്ദം. അടുത്തത്, ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഏതാണ്? മിഥ്യാ പ്രതിബിംബമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് ആൻസർ. നാസ. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ഓപ്ഷൻ സി ആണ് ആൻസർ. ചൈന. അടുത്തത്, മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? വ്യാപ്തം വർദ്ധിക്കുകയാണ് ചെയ്യുക. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഇരുമ്പ് തുരുമ്പിക്കുന്നു. ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായിട്ട് പരിഗണിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ. pH 0 മുതൽ 7 വരെ. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? പെഗ്ഗി വിൽസൺ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. പെഗ്ഗി വിൽസൺ. അടുത്തത്, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ്. രാമായണം ആട്ടക്കഥ രചിച്ചത് ആര്? കൊട്ടാരക്കര തമ്പുരാനാണ്.
കേരള നടനം എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ എ ആണ് ആൻസർ, ഗുരു ഗോപിനാഥ് ആണ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, PT ഉഷ. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ജയദേവൻ്റെ ഗീതാ ഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഓപ്ഷൻ എ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, വി സുനിൽകുമാറാണ്. ഇക്കോ ടൂറിസം പോയിൻ്റായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി കാസർഗോഡ് ജില്ലയിലാണ്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായ തിരഞ്ഞെടുക്കുക. പ്ലോട്ടർ ഇൻപുട്ട് അല്ല ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. റാം വോളറ്റൈൽ മെമ്മറിയാണ്. ഓപ്പൺ ഓഫീസ് ബേസ് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. MICR എന്നത് ഇൻപുട്ട് ഡിവൈസ് ആണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് വരുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു കഴിഞ്ഞ ഇതിൽ. അത് ഞാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ള ആ ഒരു ഓർമ്മയിലാണ് അതങ്ങനെ ശരിയാണ് എന്ന് പറഞ്ഞത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 2, 3, 4 ശരി, 1, 5 തെറ്റാണ് അതിലേത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായിട്ടുള്ളത് 1, 3, 4 മാത്രമാണ്. എല്ലാം ശരി എന്നുള്ളതായിരുന്നു ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത്, അത് തെറ്റാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ ബി ആണ് ശരി. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര്? ഓപ്ഷൻ സി ഐരാവതാണ്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേര് എന്താണ്? E-Cube ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. ക്രാക്കിംഗ് വരുന്നത് ഡി ആണ്, ദുരുദ്ദേശത്തോടെ എന്നുള്ളത്. ഫിഷിംഗ് വരുന്നത് സി ആണ്, അതീവ സുരക്ഷാ വിവരങ്ങൾ. അടുത്തത് സൈബർ സ്ക്വാട്ടിംഗ് എ ആണ് വരുന്നത്, വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക. സൈബർ ടെററിസം ബി ആണ് വരുന്നത്, ദേശ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം. ഇവിടെ അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏത്? ഇവിടെ അവകാശങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ്. വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം. ഗാർഹിക പീഡനം നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് 66-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ഘടന താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും. അടുത്തത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ഇതിൽ ഓപ്ഷൻ ഡി ആണ് പറഞ്ഞത്, അത് തെറ്റാണ്. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ സി ആണ് വരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? ഓപ്ഷൻ സി ആണ് ആൻസർ. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഇന്ത്യയുടെ 58-ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ്. 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത്? മുകളിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം എന്നുള്ളതാണ് ശരി. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത മാത്സ് ആണ്. മാത്സിൻ്റേത് 71-ാമത്തെ ആൻസർ ഓപ്ഷൻ സി 27. 72 ഓപ്ഷൻ ഡി 0.399556 എന്നുള്ളതാണ്. 73 ഓപ്ഷൻ ബി 2500. 74-ൻ്റെ ആൻസർ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം 24 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. 76-ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 128. 77 ഓപ്ഷൻ സി 97. 78 ഓപ്ഷൻ സി ചാപം. 79 ഓപ്ഷൻ സി അർദ്ധഗോളം. 80-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി തെക്ക് എന്നുള്ളതാണ്. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. 81 ഓപ്ഷൻ ബി ദ ബൊക്കറ്റ് ഓഫ് ഫ്ലവേഴ്സ് സ്മെൽസ് ഗുഡ് എന്നുള്ളതാണ്.
82 ഓപ്ഷൻ എ ആണ് ദ. 83 ഹാവ് ദേ ആണ് വരുന്നത്. 84 വിൽ സ്റ്റേ ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്തത് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ടാക്കാനാണ്. ഓപ്ഷൻ ഡി അലക്സ് സെഡ് ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ടാസ്ക് എന്നുള്ളതാണ് ശരി. അടുത്തത് ക്ലോസസ്റ്റ് മീനിങ് എഴുതാനാണ്. ഡെലിങ്ക്വൻറ്റ് ഓപ്ഷൻ ബി ക്രിമിനൽ ആണ് വരുന്നത്. ഡെറലിക്റ്റിൻ്റെ ആൻറ്റോണിം എഴുതാനാണ്. അറ്റൻറ്റീവ് എന്നുള്ളതാണ് ശരി. ദ ടീച്ചർ ആസ്ക്ഡ് ദി സ്റ്റുഡൻസ് ടു ഡാഷ് ദെയർ അസൈൻമെൻറ്റ് ബിഫോർ സബ്മിറ്റിംഗ് ഇറ്റ്. ലുക്ക് ഓവർ ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ്. അടുത്തത് എ ഹാൻഡ് റൈറ്റിംഗ് ദാറ്റ് കനോട്ട് ബി റീഡ്. ഇല്ലെജിബിൾ ആണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓൺ ക്ലൗഡ് 9 എന്ന് വെച്ചാൽ എക്സ്ട്രീംലി ഹാപ്പി ഓർ എലൈറ്റഡ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് മലയാളമാണ്. ഇവിടെ 1 3 എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് മഹോന്നതം. മഹോന്നതത്തിൻ്റെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ തെറ്റാണ്. മഹത് അധികം ഉന്നതം എന്നുള്ളതാണ് PSC പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ശരി. ഓപ്ഷൻ ബി ആണ് ശരി. മഹത് പ്ലസ് ഉന്നതം എന്നുള്ളതാണ്. അടുത്തത് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. അടിവരയിട്ട പദത്തിൻ്റെ വിപരീത പദം. സ്വാധീനത്തിൻ്റെ വിപരീതം പരാധീനമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. മേദിനി സമാന പദം എഴുതാനാണ്. ഭൂമിയാണ് ആൻസർ. വിലക്ക് അധികം ഇല്ല ചേർത്തെഴുതാനാണ്. ഓപ്ഷൻ ഡി വിലക്കിയില്ല. വിലക്കി അധികം ഇല്ല ചേർത്തെഴുതാൻ വിലക്കിയില്ല. ഓപ്ഷൻ ഡി ആണ് ശരി. അടുത്തത് തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഇതിൽ ശരിയായിട്ടുള്ള വാക്യം ഓപ്ഷൻ സി ആണ്. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. അടുത്തത് ശരിയായ സ്ത്രീലിംഗ ശബ്ദമുള്ളവ കണ്ടെത്താനാണ്. ഇതിൽ രക്ഷകൻ രക്ഷികയും കാന്തൻ കാന്ത എന്നുള്ളതുമാണ് ശരി. 1 3 ശരിയായിട്ടുള്ളത്. സ്വാമിയുടെ സ്വാമിനിയാണ് വരുന്നത്. അടുത്ത ഒറ്റ പദം കണ്ടെത്താനാണ്. കാണുന്നയാൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. പ്രേക്ഷകനാണ്. ടെറിറ്റോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ പ്രാദേശികാധിപത്യം എന്നാണ് വരിക. ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഉണ്ട ചോറിൽ കല്ലിടരുത്. ഓപ്ഷൻ സി ആണ് ആൻസർ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.